നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയറുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്ത്? താരത്തിൽ ആഴ്സണലിന് താല്പര്യമുണ്ട് എന്ന് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർ എന്തു വില കൊടുത്തും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. വിനിയും റയലും തമ്മിലുള്ള കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സാധ്യമായില്ലെങ്കിൽ അവിടെ തങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും ആ ഘട്ടത്തിൽ വിനിയെ കൊണ്ടുപോകണമെന്നുമാണ് അവരിപ്പോൾ പദ്ധതിയിടുന്നത് എന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന. ആർട്ടിടെക്ക് വിനിയെ വേണം. അതേസമയം എന്താണ് മൊറീഞ്ഞോയുടെ നിലപാട്? അതാണല്ലോ ഏറ്റവും നിർണായകം. ഇപ്പോൾ ടെൽഫുട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, ഹോസെ മൊറീഞ്ഞോ ഹാസ് ഇൻഫോംഡ് റയൽ മാഡ്രിഡ് ദാറ്റ് ഹി വാണ്ട്സ് ഓൾ സ്റ്റാർ പ്ലേയേഴ്സ് ടു സ്റ്റേ. എല്ലാ സ്റ്റാർ പ്ലേയേഴ്സും ഇവിടെ തന്നെ തുടരണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹി വാണ്ട്സ് ടു കീപ് കിലിയൻ എംബാപ്പെ, ജൂഡ് ബെല്ലിംഗാം ആൻഡ് വിനി ജൂനിയർ. ഹോസെ മൊറീഞ്ഞോ ഹാസ് ആസ്ക്ഡ് റയൽ മാഡ്രിഡ് ടു കീപ് വിനി ജൂനിയർ. വിനി ജൂനിയറെ കൈവിടരുത്, അദ്ദേഹത്തെ ടീമിൽ നിലനിർത്തണം എന്ന് ഹോസെ മൊറീഞ്ഞോ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതുപോലെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റയൽ മാഡ്രിഡ് തീർച്ചയായിട്ടും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ആഴ്സണലിൽ മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ സാധ്യതയുള്ളതെന്നാണ്. അതായത് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തില്ലെങ്കിൽ ആഴ്സണൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് റയലും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ലഭ്യമാവുന്ന വിവരം. പക്ഷെ അതിന് ടേംസ് എഗ്രി ചെയ്യപ്പെടണം. ഇതുവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലവത്തായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. റയൽ മാഡ്രിഡ് വ്യൂ യാൻ ഡയമണ്ട് ആസ് വിനി ജൂനിയർസ് പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് ഇഫ് ദി ബ്രസീലിയൻ ലീവ്സ് എന്ന് ഫബ്രീസ് ഹോക്കിൻസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഡയമണ്ട് വരികയാണെങ്കിൽ വിനി പോയാലും ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസവും റയൽ മാഡ്രിഡിന് ഇപ്പോഴുണ്ട്. അപ്പോൾ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. പക്ഷേ ഇതിൽ എന്താണ് ആഴ്സണലിൻ്റെ നിലപാട്? അതാദ്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം. അതായത് ആഴ്സണൽ വിൽ ഗോ സ്ട്രോങ് ഫോർ വിനി ജൂനിയർ ഇഫ് ദർ ഈസ് ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രീൻ ലൈറ്റ് ലഭിക്കുക എന്ന് പറയുമ്പോൾ അധികം കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അപ്പോൾ അടുത്ത ആഴ്ച വിനി ജൂനിയർ മാഡ്രിഡിലേക്ക് എത്തുന്നുണ്ട്. ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്യും. ക്ലബും അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും തമ്മിൽ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനുള്ള ആ ഒരു ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഹോസെ മൊറീഞ്ഞോക്ക് താരത്തെ നിലനിർത്താൻ താല്പര്യമുണ്ട്. അതേസമയം ആഴ്സണൽ ആർ ഹ്യൂജ് അലേർട്ട്. ഈ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ കൃത്യമായി നടന്നില്ലെങ്കിൽ താരത്തെ കൊണ്ടുപോകാൻ ആഴ്സണൽ വലിയ രൂപത്തിൽ അലേർട്ടായിട്ട് നിൽപ്പുമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സംഗതി വളരെ ക്ലിയർ. ആഴ്സണലിന് താരത്തെ വേണം. പക്ഷേ അതിന് വിനി റയലുമായിട്ട് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കണം. അത് അടുത്ത ആഴ്ചയാണ് ഡിസ്കഷൻ നടക്കുക. പിന്നെ മൊറീഞ്ഞോയുടെ നിലപാട് എന്താണ്? മൊറീഞ്ഞോക്ക് വിനിയെ വേണം, വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ്. സോ എല്ലാം വിനി ജൂനിയറും റയലും തമ്മിലുള്ള കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടോക്കിൻ്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.